ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പനീർ കറി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വലിയ ഉള്ളി നീളമായിട്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ തക്കാളി ഒരു 3 തക്കാളി നീളമായിട്ട് അരിഞ്ഞാൽ അതിട്ട് കൊടുക്കാം. നമ്മൾ തക്കാളിയുടെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. വലുതാണെങ്കിൽ ഒരു 2, ചെറുതാണെങ്കിൽ ഒരു 3, അത്ര മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ഈ ഒരിത് അത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അതായത് നമ്മൾ പനീർ ഇങ്ങനെ സ്മോളായിട്ട് ചെറുതായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളെ വീട്ടിൽ വയ്ക്കുന്ന പനീറാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അമ്മ. ഇത് നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം അതിലേക്ക് നമ്മൾ ബട്ടർ അത് ഇട്ട് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്തത് സോൾട്ടഡ് ബട്ടറാണ്. രണ്ട് ടൈപ്പ് ഓഫ് ബട്ടർ ഉണ്ട്. ഒന്ന് സോൾട്ട് ഉള്ളത്, വേറെ ഒന്ന് സോൾട്ട് ഇല്ലാത്തത്. സോൾട്ടുള്ളത് നമ്മൾ കറിയൊക്കെ എല്ലാം യൂസ് ചെയ്യും. മറ്റ് സോൾട്ട് ഇല്ലാത്തത് ബ്രെഡ് പൊരിക്കാനും അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ മുളക് പൊടി അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ വശത്ത് വെച്ചില്ലേ, പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യില്ലേ, അത് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആ ഉള്ളി എല്ലാം കൂടെ ഇട്ട് കഴിക്കാനൊരു ഇത് കാണില്ലേ. മറ്റേത് അരച്ചാൽ പിന്നെ ഒന്നും അറിയില്ലല്ലോ, എന്തായിട്ടിരിക്കുന്നൊന്നും അറിയില്ല. അപ്പം കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബാറ്റർ എന്നാണ് പറയണത്. മറ്റേ കറി ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറിയെ ഞാൻ ബാറ്റർ എന്ന് ആദ്യം പറഞ്ഞത്. നമ്മൾ ഗ്രീൻ പീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ വാങ്ങിച്ചതാണ്, വീട്ടിൽ നിന്ന് എടുത്തല്ല, വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. വീട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ദൈവമേ, കടയിൽ നിന്ന് വാങ്ങിച്ചതെന്നാണ് പറഞ്ഞത്, സോറി. എന്നിട്ട് നമുക്ക് അതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വന്ന് വായിലിപ്പോൾ ഒന്നും വരണ്ടില്ല. നമ്മൾ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് പനീർ കറി ഉണ്ടാകണം, കുറച്ച് ബട്ടറൊക്കെ വേണം. എന്നിട്ട് അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് അടപ്പ് തുറന്ന് തന്നെ സൂപ്പർ ഒരു മണം വന്നതായി ഉണ്ടാവുമല്ലോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് മല്ലിയില ഉയരക്കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പ്
ഇട്ട ശേഷം പിന്നെ അടച്ചല്ല വെച്ചത്, അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്കത് സെർവ് ചെയ്ത് ഇപ്പോൾ പാറാട്ടേരോടെയോ അതോ എന്തിൻ്റെ കൂടെയൊക്കെ തിന്നാം. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ചോറിൻ്റെ കൂടെ നിന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ പനീർ പീസസാണ് കൂടുതലും കഴിക്കാറ്, പനീറിൻ്റെ ഗ്രേവി അത്ര കഴിക്കാറില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.